ഹലോ, ഞാൻ റിജൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CSAT മാനുവൽ 2026 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന CSAT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 3 ഇന്ത്യൻ ജോഗ്രഫിയിലെ ടോപ്പിക്സാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്ലൈമറ്റിക് ഫാക്ടേഴ്സിന് ഇന്ത്യ പറഞ്ഞാണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത്. അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ദ 4 ഇന്ത്യൻ സീസൺസ് താഴെ വരുന്നത്, ദ 4 ഇന്ത്യൻ സീസൺസ് ഇതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പം ക്ലൈമറ്റിക് ഫാക്ടേഴ്സിന് ഇന്ത്യ നമ്മൾ വീഡിയോ ചെയ്ത ടൈമിൽ നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി പോയിരുന്നു. പിന്നെ നമ്മൾ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്ത് അവസാനിപ്പിച്ചത്. അതേ സിറ്റുവേഷൻ തന്നെ കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. ഇതേ സിറ്റുവേഷൻ തന്നെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടൊക്കെ നമ്മൾ വീഡിയോ അവസാനിപ്പിച്ചു. ലാസ്റ്റ് ഭാഗമൊക്കെ നമുക്ക് പറയാൻ പറ്റി വീഡിയോൻ്റെ. പക്ഷേ ഈ വീഡിയോയിൽ നമുക്ക് ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് നമ്മൾ കുറച്ച് ഭാഗം ക്ലാസ് എടുത്തിരുന്നു. പക്ഷേ ലാസ്റ്റ് ഭാഗം നമുക്ക് പറയാൻ പറ്റില്ല. എൻ്റെ ഹാൻഡ് ടച്ചായി, എന്താ പറയുക, നമുക്ക് ലാസ്റ്റ് ഭാഗമൊന്നും പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ വീഡിയോ അവസാനിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ ദയവേത് ക്ഷമിക്കണം എന്ന് പറയാനാവുള്ളൂ നിങ്ങളോട്. ഇപ്പം നമ്മൾ ചെയ്ത എല്ലാ വീഡിയോസും ഇതേ സിറ്റുവേഷൻ തന്നെയാണ്. കാരണം നമ്മൾ ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. റിസീവർ യൂസ് ചെയ്യുന്നില്ല, മൈക്രോഫോൺ മാത്രം യൂസ് ചെയ്താണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ റേഡിയോ ഫ്രീക്വൻസി ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ രീതിയിൽ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വീഡിയോസും ഈ ഒരു സിറ്റുവേഷൻ തന്നെയാണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ വീഡിയോ ദ പേഴ്സൺ CSAT മാനുവൽ 2026 സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാണ്. ഇതിലിപ്പോൾ ക്ലൈമറ്റിക് ഫാക്ടേഴ്സ് ഇൻ ഇന്ത്യ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ടോപ്പിക്കാണ്. ബാലൻസ് ഭാഗം തന്നെയാണ് നമ്മൾ ഇനി വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ പറഞ്ഞ ലാസ്റ്റ് ഭാഗം നമുക്ക് പറയാൻ പറ്റാതെ അവസാനിപ്പിക്കേണ്ടി വന്ന വീഡിയോ നമ്മൾ സാധാരണ വീഡിയോ എന്നുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. പക്ഷേ അത് വളരെ കുറച്ചേ വന്നിട്ടുള്ളൂ. ഒരു 5 സംതിങ് GB ആണ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് യൂട്യൂബിൽ സാധാരണ ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബിൽ. ഇതിപ്പോൾ നമ്മൾ ഓർഡിനറി വീഡിയോ എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ നമുക്ക് ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട്. ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഫ്ലാഷൊക്കെ ഓൺ ആക്കിയിട്ട് വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് ഒഴിവാക്കുമായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് വീഡിയോ ചെയ്തത്. കഴിഞ്ഞ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തേക്കുന്നത് അത്യാവശ്യം നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോ ഞാൻ പറഞ്ഞല്ല, ഈ ഒരു സിറ്റുവേഷൻ ഒരു ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു നമുക്ക്. അപ്പോൾ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം ഒരു എൻഡിങ് ഇല്ല. നമ്മൾ ലാസ്റ്റ് ഭാഗം ഒന്നും ഒരു ടാങ്ക്സ് പോലും പറയാൻ പറ്റാതെ നമുക്ക് അവസാനിപ്പിക്കേണ്ടി വന്നേക്കുന്നത്. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഒരു ഇതിൽ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ദയവേത് നിങ്ങൾ ക്ഷമിക്കുക. ഒരിക്കൽ കൂടി പറയാണ്, ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ ദയവേത് വാച്ച് ചെയ്യണം. ദ പേഴ്സൺ CSAT മാനുവൽ 2026 സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. അതിൽ ദ 4 ഇന്ത്യൻ സീസൺസ്, വിൻ്റർ, ഡിസംബർ, മാർച്ച്, ടെമ്പറേച്ചർ ഇതെല്ലാം വരുന്നുണ്ട്. പ്രഷർ, സമ്മർ, ഏപ്രിൽ, മെയ്, ടെമ്പറേച്ചർ, എല്ലാ ടോപ്പിക്സും. പിന്നെ വേറെ കുറച്ചൊരു ടോപ്പിക്സ് വരുന്നുണ്ട്. റെയിൻഫാൾ ഡിസ്ട്രിബ്യൂഷൻ ഇന്ത്യ എന്നൊരു ടോപ്പിക് ഉണ്ട്. പിന്നെ വേറെ 2 ടോപ്പിക് കൂടി വരുന്നുണ്ട്. ഇത്രയും വെച്ചാണ് ചെയ്തേക്കുന്നത്. ഏകദേശം 1 മണിക്കൂറും സംതിങ് ഒക്കെ ഉള്ള വീഡിയോ ആണ്. ഈ വീഡിയോ അത്യാവശ്യം കുറച്ചും കൂടിയും 2-3 മണിക്കൂറുള്ള വീഡിയോ ആയിരുന്നു ഞാൻ അപ്ലോഡ് ചെയ്തേനെ. പക്ഷേ ഇതിപ്പോൾ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ വിചാരിച്ച പോലെ ലെങ്ത് ആയിട്ടുള്ള വീഡിയോ വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഇനിയും ഇതേ സിറ്റുവേഷൻ തന്നെ നമുക്ക് ഇനിയും ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഞാൻ പറയാണ്, ദയവേത് ക്ഷമിക്കുക. കാരണം ഒരുപാട് വീഡിയോസ് ഈ ലാസ്റ്റ് ഭാഗത്ത് ക്യാമറ ക്ലാരിറ്റിയുടെ പ്രോബ്ലംസൊക്കെ വരുമ്പോൾ അത് പ്രത്യേകം പറയുന്നതായിരിക്കും കംഫർട്ടബിൾ എന്ന് തോന്നി, അതുകൊണ്ട് പറയുന്നതാണ്.
അപ്പോൾ ദയവേത് മനസ്സിലാക്കുക. നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോയും പിന്നെ ദ പേഴ്സൺ CSAT മാനുവൽ 2026 ലാസ്റ്റ് ഭാഗം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത വീഡിയോയും നമ്മൾ ഒരു ദിവസം തന്നെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ള പ്രത്യേകതയും കൂടി ഉണ്ട്. പിന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം, ഒരിക്കലും മറക്കരുത്. ഈ ഒരു കാര്യവും മനസ്സിലോർക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് ഇൻ ഇന്ത്യയൊക്കെ നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ വീഡിയോസൊക്കെ തുടർച്ച ചെയ്തുകൊണ്ട് പറയണമെന്നുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ എന്ന് വെച്ചാൽ ദ പേഴ്സൺ CSAT മാനുവൽ 2026 സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ടോപ്പിക് കൊടുത്ത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ അല്ല, ദ പേഴ്സൺ CSAT മാനുവൽ 2026 നമ്മളിപ്പോൾ പറഞ്ഞ വീഡിയോ. അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അപ്പോൾ ദയവേത് ക്ഷമിക്കണം. നല്ല തെറ്റ് വന്നിട്ടൊക്കെ ഉണ്ട്. ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ട് എന്ന് വെച്ചാൽ ഈ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദയവേത് ക്ഷമിക്കുക, ദയവേത് ഓർക്കുക. അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല, കാരണം ലാസ്റ്റ് ഭാഗമൊന്നും പറയാതെ നമ്മൾ അവസാനിപ്പിച്ചേക്കുന്നത്. സാധനം സ്പെല്ലിംഗ് മിസ്റ്റേക്കിനൊക്കെ ഞാൻ പ്രത്യേകം ക്ഷമ ചോദിക്കാറുണ്ട്, കാരണം എൻ്റെ ഭാഗത്ത് നിന്ന് അത്രയും തെറ്റ് വരാറുണ്ട്. അപ്പോൾ തെറ്റ് വരിക എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ്, നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും സാധിക്കുന്നില്ല. ചില ടൈമിലൊക്കെ നല്ല തെറ്റ് വരുന്നുണ്ട്. അപ്പോൾ ദയവേത് നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറയാനാവുള്ളൂ. കാരണം CSAT എന്നുള്ള എക്സാം എന്നുള്ള രീതി ചിന്തിക്കുമ്പോൾ നമുക്കതിൻ്റേതായ ഒരു പ്രാധാന്യമുണ്ട്. കറക്റ്റായിട്ട് തന്നെ ചെയ്തു പോകണം, സ്പെല്ലിങ്ങും കാര്യങ്ങളും എല്ലാം. എല്ലാ കാര്യങ്ങളും ഒരു വീഡിയോൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന അവസ്ഥ, അത് തന്നെ എൻഡ് ചെയ്യുന്ന കാര്യമാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ തന്നെ വരണം, എന്നാലത് ശരിയാവുള്ളൂ. പക്ഷെ നമുക്കത് ചില സമയത്ത് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് കറക്റ്റായിട്ട് തന്നെ എന്താ പറയുക, നിങ്ങളോട് ക്ഷമിക്കണം എന്ന് നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം നിങ്ങളുടെ ആ ഭാഗത്തുനിന്ന് ഒരു എന്താ പറയുക, നല്ലൊരു പ്രതികരണം കിട്ടണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നല്ലൊരു കംഫർട്ടബിളുള്ള ഒരു അവസ്ഥ അതുകൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം നമ്മൾ പ്രാധാന്യം എടുത്ത് പറയുന്നത്. നിങ്ങളുടെ കംഫർട്ടബിളാണ് എൻ്റെ ഒരു പ്രതീക്ഷ, ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം പ്രാധാന്യത്തോടുകൂടി തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഓപ്പണായിട്ട് തന്നെ പറയാണ്. അപ്പോൾ എന്തായാലും എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ചാപ്റ്റർ 3 ഇന്ത്യൻ ജോഗ്രഫിയിൽ ഇന്ത്യൻ ജോഗ്രഫി. ദ 4 ഇന്ത്യൻ സീസൺസ്. The four Indian seasons. The Indian Meteorological Service divides the year into 4 seasons. The relatively dry, cool winter from December through February, March. The dry, hot summer from March, April through May. The southwest monsoon from June through September, when the predominating southwest maritime winds bring rains to most of the country, and the northeast or retreating monsoon of October and November, namely. The Indian Meteorological Service divides the year into 4 seasons. The relatively dry, cool winter from December through February, March. The dry, hot summer from March, April through May. The southwest monsoon from June through September, when the predominating southwest maritime winds bring rains to most of the country, and the northeast or retreating monsoon of October and November, namely. Winter December March. Light winds blow outwards from this region, influenced by relief. They flow through the Ganga Valley from west and northwest. The weather is normally fine and marked by clear sky, low temperature and low humidity. Winters in India is the cold weather season, usually set in by mid-November in northern India and stays till February. December, January is the coldest period. Temperature. The temperature decreases from south to north on the onset of September, with the mean temperatures of 10 degrees Celsius to 15 degrees Celsius in the northwest and the Himalayan region. The mean temperatures increase as one moves east and south, where it can be between 20 degrees Celsius and 25 degrees Celsius. Days are usually warm and nights are cold. In northwestern India, October and November are coldest
cloudless and the least dusty months in the year. In northwestern India, October and November are cloudless and the least dusty months in the year with feeble winds. This leads to a high diurnal range of temperatures during these months. This leads to a high diurnal range of temperatures during these months. It ranges between 16 degrees Celsius and 20 degrees Celsius in northwestern India, while it is nearly 5 degrees Celsius lower in central India and 10 degrees Celsius lower on the coastal strip. Northern India does not receive snow except for the mountains, and the temperature in the plains rarely falls below freezing. The highest in Delhi range between 12 degrees Celsius and 18 degrees Celsius. Nighttime temperatures fall between 2 degrees Celsius and 6 degrees Celsius. Further north in the Punjab region, the low does fall below freezing in the plains to around 6 degrees Celsius in Amritsar. Frost sometimes occurs, but the hallmark of the season is the notorious fog which disrupts daily life. The season is classified as dry season in most part of the country, as the north-south trade winds prevail over the country and blow from land to sea. However, Tamil Nadu coastal area gets rains from these winds as they reach from sea to land. Eastern India has a much milder climate. It has mild days and cool nights. The highest range from 17 degrees Celsius to 21 degrees Celsius. Nights average 9 degrees Celsius. The northeast rainfall brings rain to this region. The cold winds over the Brahmaputra river lower the temperatures. In southern India, the weather is cooler only in the center part of the Indian plateau, the Karnataka plateau and hilly areas. This only lasts for a short period of time. These interior areas can fall to about 16 degrees Celsius. Coastal areas and low-level interior tracts are warm with highs of 30 degrees Celsius and lows of 21 degrees Celsius. The Nilagiri range is the exception where the lows can fall below freezing. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് വിൻ്റർ ഡിസംബർ മാർച്ച് ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ പറഞ്ഞതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കാം. ഇനി അടുത്തത് പ്രഷർ നോക്കാം. പ്രഷർ ഇൻ ദ നോർത്തേൺ പാർട്ട് ഓഫ് ദ കൺട്രി ഫീബിൾ ഹൈ പ്രഷർ ഏരിയ ഡെവലപ്സ് ഓൾസോ ഓവർ ദ ലാർജ് പാർട്സ് ഓഫ് നോർത്ത് വെസ്റ്റ് ഇന്ത്യ ഡ്യൂ ടു ലോ ടെമ്പറേച്ചർ കണ്ടീഷൻസ്. ഹൈ എയർ പ്രഷർ പ്രിവൈൽസ്. Normally pressure varies from 1050 to 1020 MB. Of the pressure in South Indian is 1012 MB. It is relatively lower. The winds start blowing from high pressure area of northwest to low pressure areas of southeast. The wind velocity is low due to low pressure gradient. The wind velocity is low due to low pressure and physiography. The winds blow from west and northwest in Punjab, Haryana, Uttar Pradesh and Bihar, from northwest in West Bengal and from southeast in the Bay of Bengal. Another characteristic feature of the cold weather season over the North Indian plains is the inflow of depressions from east and northwest. These low pressure systems, called the western disturbances, originate over the Mediterranean Sea and the Western Asia. They move east, are brought to India by the westerly jet streams. They cause much needed winter rains in plains and snow on Himalayas. Although the amount of winter rain is small, it is of great value for the rabi crop. സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ദയവേത് ക്ഷമിക്കാം. പ്രഷർ പറഞ്ഞതിൽ ബി സമ്മർ ഏപ്രിൽ മെയ്.
B. Summer, April, May. Summer or the hot weather season in northwestern India lasts from April to June and in the rest of the country from March to June. Temperature. The temperatures in the north rise due to apparent northward movement of the sun, but the influence of shifting of heat belt can be seen clearly from the temperature recordings during March May at different stations located at different latitudes. Temperature. The temperatures in the north rise due to apparent northward movement of the sun, but the influence of shifting of heat belt can be seen clearly from the temperature recordings during March May at different stations located at different latitudes. The hottest month for the western and southern regions of the country is April, whereas for the northern regions it is May. In March, the highest day temperatures of around 38 degrees Celsius are found in Deccan Plateau. In April, temperature in Gujarat and Madhya Pradesh are around 42 degrees Celsius. In May, the temperatures around 48 degrees Celsius are common in the northwestern part of India. Northern and central parts of India experience heat waves in this season. A heat wave is defined with reference to the normal maximum temperature of a particular region. According to Indian Convention, departure of the maximum temperature of the order of around 66 degrees Celsius above normal is termed as moderate and more as severe heat wave. Departure of the maximum temperature of the order of around 60 degrees Celsius above normal is termed as moderate and more as severe heat wave. The heat waves start blowing towards the end of April and their maximum effect is felt during May and June and till the onset of monsoons. Near the coast, the temperature hovers around 36 degrees Celsius and the proximity of the sea increases the level of humidity. Altitude affects the temperature to a large extent, with the higher parts of the Deccan Plateau and hills being relatively cooler. The Himalayan and Nilagiri hill stations offer some respite from the heat with a temperature high of 25 degrees Celsius. Northeastern India also has a much milder climate with the temperatures rarely exceeding 32 degrees Celsius. The Himalayan and Nilagiri hill stations offer some respite from the heat with a temperature high of 25 degrees Celsius. Northeastern India also has a much milder climate with the temperatures rarely exceeding 32 degrees Celsius. But temperature be summer, April, May temperature ആണ് പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. ഇനി പ്രഷർ നോക്കാം. പ്രഷർ. The summer months experience rising temperature and falling air pressure in North India. The usually low pressure is noticed in northwest India, where temperatures are especially high. The overall pressure gradient is low, with the pressure difference between extreme north and south of India not exceeding 3 to 4 MB. The isobars run more or less parallel to the coast, indicating differences in pressure conditions over land and sea during end May. An elongated low pressure area develops in the region, extending from the Thar Desert in the northwest to Patna and Chota Nagpur Plateau in the east-southeast. Circulation of air begins to set in around this trough. A striking feature of the hot weather season is the loo. These are strong, hot and dry winds blowing during day over northern and northwestern India. Dust storms resulting from the convective phenomena known as Andes during the evenings
sometimes provides temporary respite from the oppressing heat as they lower the temperature slightly. The wind velocity often reaches 50 to 60 km/h and the visibility is reduced to few meters only. Locally formed violent winds, torrential rainfall accompanied by hailstorms are also common during this time. The strong convectional movements with divergence related to the westerly jet streams or westerly disturbances in the upper troposphere lead to thunderstorms in eastern and northeastern India. This normally originate over Chota Nagpur plateau and are carried eastwards by westerly winds. Towards the close of summer season, pre-monsoon showers are common phenomenon in Kerala and Karnataka. These showers help early ripening of mangoes in these regions. So they are also known as mango showers. Western disturbances which are frequent in winter season also reach the northwest India during this season, though their intensity is gradually decreasing. Tropical cyclones originating in Bay of Bengal and Arabian Sea also occur during this season. About 3/4 of the tropical cyclones are born in the Bay of Bengal and the rest in the Arabian Sea. Most of the depressions in April originate in the south of 10° north, whereas those originating in May are born in the north of this latitude, the whole of the east coast of India. The coastal areas of Bangladesh and the Arakan coast of the Myanmar are liable to be hit by tropical storms during May. അപ്പോൾ നമ്മൾ പറഞ്ഞതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. ഇനി അടുത്തത് സി. മൺസൂൺ ജൂൺ സെപ്റ്റംബർ ഓർ ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ. സി. Monsoon June September or the southwest monsoon. The southwest monsoon contributes 80% of the total rain in India. The monsoon makes its presence felt by the end of May. It starts around 29 May, hitting the Andaman and Nicobar Islands in the Bay of Bengal. It strikes the mainland in Kerala by 1st June. By 9 June, it reaches Mumbai and Delhi by 29 June. The Bay of Bengal monsoon moves in a northwest direction, whereas the Arabian Sea monsoon moves northeast. By the first week of July, the entire country experiences rain, but usually southern India receives more rainfall than northern India. The summer rain has a declining trend as it moves inland. The first rain decreases westwards in the northern plains, giving an average rainfall of 119 cm in Kolkata, 105 cm in Patna, 76 cm in Allahabad, and 56 cm in Delhi. The Western Ghats, the northeastern hills, and the Himalayas cause regional variations in the distribution of rainfall. അടുത്തത് two branches of monsoon. The southwest monsoon occurs in two branches, the Bay of Bengal branch and the Arabian Sea branch, extending to the low pressure area over the Thar Desert in Rajasthan. The Arabian Sea branch is roughly 3 times stronger than the Bay of Bengal branch. The Bay of Bengal branch. It moves northward over the Bay of Bengal and spreads over most of Assam by the first week of June. In actuality, it is naturally directed towards the coast of Myanmar and part of the southeast Bangladesh. As it reaches the
Arakan Hills. It gets deflected along the coast of Myanmar, and a larger part of this branch enters West Bengal and Bangladesh from south and southeast. On encountering the barrier of the Great Himalayan Range under the influence of Himalayas and the thermal low in northwest India, this branch gets split up into two branches. One moves westwards along the Ganga plains reaching as far as the Punjab plains, and the other branch moves up the Brahmaputra valley in the northern and northeastern India. Mawsynram, located on the crest of the southern range of Khasi Hills, receives the highest average rainfall in the world. Cherrapunji, located 16 km east of Mawsynram, holds some other rainfall records. Thereafter, the two branches merge as a single current, bringing rains to the remaining parts of North India in July. B. The Arabian Sea Branch. The Arabian Sea Branch. After breaking on the southern part of the peninsula in early June, the branch known as the Arabian Sea Monsoon reaches Mumbai around June 10 and settles over most of South Asia by late June, bringing cooler but more humid weather. B. The Arabian Sea Branch. After breaking on the southern part of the peninsula in early June, the branch known as the Arabian Sea Monsoon reaches Mumbai around June 10 and settles over most of South Asia by late June, bringing cooler but more humid weather. It is obstructed by the Western Ghats. The windward side of the Sahyadris receives very heavy rains after crossing the Ghats. They reach the Deccan Plateau and Madhya Pradesh and cause fair amount of rainfall. Thereafter, they enter the Ganga plains and mingle with the Bay of Bengal branch. Another part of the Arabian Sea branch strikes the Saurashtra. Another part of the Arabian Sea branch strikes the Saurashtra Peninsula and the Kutch while passing over the western Rajasthan. It causes only a scanty rainfall in Punjab and Haryana. It too joins the Bay of Bengal branch. These two ranges, reinforced by each other, cause rains in the western Himalayas. C. Season of retreating monsoon or the northeast monsoon, October-November. C. Season of retreating monsoon or the northeast monsoon, October-November. This is not a true season as such. നമുക്കൊരിക്കൽ കൂടി പറയാം. സി. Season of retreating monsoon or the northeast monsoon, October-November. This is not a true season as such. Many textbooks, however, refer to this as a separate season. This season lasts between September and December, depending on its location. The weather turns more dry and the grass starts to dry up. This season marks the transition from wet to dry climate in most parts of India. Highs range between 34 degrees Celsius and 28 degrees Celsius. The withdrawal of the monsoon is a far more gradual process than its onset. It usually withdraws from northwest India by the beginning of October and from the remaining parts of the country by the end of November. During this period, the northeast winds contribute to the formation of the northeast monsoon over the southern half of the peninsula in October. It is also known as the retreating monsoon because it follows in the wake of the southwest monsoon. This is also called winter monsoon and it is Tamil Nadu's major monsoon, giving about 45 cm of rainfall in November, December as compared to 38 cm in 4 months of the summer. The states of Tamil Nadu, Karnataka and Kerala receive most of their rainfall from the northeast monsoon during November and December.
Cold mountain air traveling along the Brahmaputra river brings rain to the northeast region of India. The states of Tamil Nadu, Karnataka and Kerala receive most of their rainfall from the northeast monsoon during November and December. Cold mountain air traveling along the Brahmaputra river brings rain to the northeast region of India. അപ്പോൾ നമ്മൾ പറഞ്ഞത് 2 branches of monsoon. A, the Bay of Bengal branch. B, the Arabian Sea branch. C, season of retreating monsoon or the northeast monsoon, October, November. ഇത്രയും പറഞ്ഞതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. ഇനി നമുക്ക് സാറ്റർഡേ ടോപ്പിക് ഉണ്ട്, അത് നോക്കാം. അതിന് ശേഷം റെയിൻഫോൾ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഇന്ത്യ. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്, എന്നാലും നമുക്ക് വീണ്ടും ചെയ്യേണ്ട ഒരു അവസ്ഥയല്ല. ഏകദേശം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അവസാനിപ്പിച്ച ആ ഭാഗത്ത് തന്നെ എത്തിയിട്ടുണ്ട്. The monsoons. The monsoon is the key for understanding the climate of India. The word monsoon is derived from Arabic word mausam, meaning weather. The monsoon is the key for understanding the climate of India. The word monsoon is derived from Arabic word mausam, meaning weather. However, another view of origin of word monsoon is from a Lamaian word mansin, which means rainfall. The monsoons come as a relief from the heat and parched landscape. The rains bring down the temperature and make the surroundings lush and green. The monsoons are intricately linked to the economy, as a good monsoon results in a booming economy. The rainfall fills the groundwater tables and reinvigorate rivers and lakes. The keynote of monsoon climate is the regular reversal of wind system. The keynote of monsoon climate is the regular reversal of wind system about the time of the equinox. The climate of India is the monsoon type, fed by 2 rain-bearing winds, namely 1, the southwest monsoon, and 2, the northeast monsoon. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ദയവേത് ക്ഷമിക്കണം. ഇനി അടുത്തത് തിയറീസ് അബൌട്ട് വൈ മൺസൂൺസ് ഒക്വർ. Conventionally, scientists have attributed monsoons to thermal changes in the Asian land masses. However, contemporary theory cites other factors, the barrier of the Himalayas and the sun's northward tilt, which shifts the jet stream north. The hot air that rises over South Asia during April and May creates low pressure areas into which the cooler moisture bearing winds from the Indian Ocean flow. This circumstance set off a rush of moisture rich air from the southern seas over South Asia. Several other concepts have been formulated regarding their origin, like 1, thermal concept, 2, dynamic origin concept by Flohen, 3, jet stream concept, and 4, El Nino effect. Theories about why monsoons occur നമ്മൾ പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ദയവേത് ക്ഷമിക്കുക. Rainfall distribution in India. Distribution of rainfall received from the southwest monsoons is governed mainly by the relief of the country. India is subject to a wide range of climatic conditions. In Assam, the rainfall is as high as 1080 cm 421 in a year, whereas in the Rajasthan desert in the west, rainfall is merely 10 cm 4 in. The Indo-Gangetic plain averages about 150 cm 59 in a year. The temperature in the south seldom drops below 20 degrees Celsius. The southeast gets most of its rain between October and December, and by March temperature rises throughout the country.
In June, 38 degrees Celsius to 43 degrees Celsius is common in the north. The lowest average temperature of 13 degrees Celsius has been recorded in the Himalayan hill stations of Darjeeling and Shimla. Mumbai on the west coast has an annual mean temperature of 28 degrees Celsius and Chennai a mean temperature of 29 degrees Celsius. During this season, cyclones occur causing widespread devastation to coastal regions. Cherrapunji, Meghalaya, the world's wettest place, receives 2.65 m of rainfall on average. Cherrapunji, Meghalaya, the world's wettest place, receives 2.65 m of rainfall on average. The monsoon started withdrawing by the last week of August. By mid-September, they withdrew from Mumbai, and by October, the southwest monsoons completely withdrew from India. Distribution of precipitation ഒരിക്കൽ കൂടി പറയാം. Distribution of precipitation. Annual rainfall of over 300 cm is received over parts of western coast and northeastern India. However, it is less than 50 cm in western Rajasthan and adjoining parts of Gujarat, Haryana and Punjab. Rainfall is equally low in the interior of the Deccan Plateau, east of the Sahyadris. A third area of low precipitation is around Lahin, Kashmir. Rest of the country receives moderate rainfall. Snowfall is restricted to the Himalayan region. Owing to the vagaries of the monsoon, the annual rainfall is highly variable from year to year. Variability is high in the regions of low rainfall, such as parts of Rajasthan, Gujarat, and the leeward side of the Western Ghats. As such, while areas of high rainfall are liable to be affected by floods, areas of low rainfall are drought prone. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് റെയിൻഫാൾ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഇന്ത്യയിലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രസിപ്പിറ്റേഷൻ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. ഇനി അടുത്തത് റീജിയൻസ് ഓഫ് ഹെവി റെയിൻഫാൾ നോക്കാം. അടുത്തത് റീജിയൻസ് ഓഫ് ഹെവി റെയിൻഫാൾ അബൌട്ട് 200 cm. Regions of heavy rainfall about 200 cm. Assam, Arunachal, Meghalaya, Sikkim and the northern part of West Bengal receive heavy rainfall, being hilly and in the direct path of the monsoon. Winds blowing in from the Bay of Bengal. B. The Western Ghats receive heavy showers from the rain-bearing clouds blown in from the Arabian Sea. C. The Himalayan slopes. അടുത്തത് റീജൻസ് ഓഫ് സ്കാൻഡി റെയിൻഫാൾ ബിലോ 50 cm. റീജൻസ് ഓഫ് സ്കാൻഡി റെയിൻഫാൾ ബിലോ 50 cm. എ. കച്ച് ആൻഡ് വെസ്റ്റേൺ രാജസ്ഥാൻ. ബി. സദൺ ഹരിയാന, സൗത്ത് ഈസ്റ്റ് പഞ്ചാബ് ആൻഡ് ലഡാക്ക്. Causes of rainfall in India. During the hot summer, the land masses absorbs a great amount of heat, causing the temperature to rise, thereby creating excessive low pressure. It causes moisture laden winds monsoon, which have a comparatively high pressure, to blow towards India from the seas, bringing rainfall to the hilly areas of the country. അടുത്തത് സീസണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻഫാൾ. എ. സീസൺ വൈസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻഫാൾ. The rainfall is the most important element for Indian agriculture. In India, there is a great regional and temporal variation in the distribution of rainfall. നമുക്കൊന്നുകൂടി പറയാം. സീസണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻഫാൾ.
A seasonal wise distribution of rainfall. The rainfall is the most important element for Indian agriculture. In India, there is a great regional and temporal variation in the distribution of rainfall. Over 80% of rainfall is received in the 4 months of July to September, whereas there is very little rain during the remaining 8 months. During the hot weather season, the northeast India and West Bengal get rainfall from thunderstorms. During the same time, the temporary inversion of the southwest monsoon brings rainfall in Kerala. It is a southwest monsoon that gives India most of its rainfall and is comparatively better distributed. During the cold weather season, northwestern India gets about 25 cm of rainfall. The southeastern peninsula receives 25 cm rainfall from the retreating southwest monsoon and northeastern monsoon. The amount of rainfall, however, decreases rapidly in the interior of the peninsula. The amount of rainfall, however, decreases rapidly in the interior of the peninsula. Seasonal distribution of rainfall. A seasonal wise distribution of rainfall. Causes of rainfall in India ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവിത് ക്ഷമിക്കണം. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് ടേബിൾ 3.12 സീസണൽ വൈസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻഫാൾ നോക്കാം. Table 3.12 seasonal wise distribution of rainfall. Rainfall duration approximate percentage of annual rainfall. Southwest monsoon June September 70-80. Post monsoon October December 10-20. Winter or northwest monsoon January February 1-5. Pre-monsoon March May 5-15. Total 100. B. Average annual rainfall. B. Average annual rainfall. The average annual rainfall in India is about 125 cm, but it has a great spatial variations. The highest rainfall occurs in the west coast, on the western Ghats, Lakshadweep and sub-Himalayan areas of the northeast and the southern hills of Meghalaya. The rainfall exceeds the 400 cm mark. Mawsynram and Cherrapunji are known to receive the highest rainfall in India. A careful examination of the distribution of rainfall in the country shows two significant features. 1. In peninsular India, except Tamil Nadu, rainfall decreases eastwards, and 2. In the northern part of India, it decreases westward. C. Variability of the rainfall. Variability of the rainfall. Variability is a special feature of the rainfall in India. The variability of rainfall is computed with the help of a simple formula. Standard deviation. C equals standard deviation by mean multiply 100. C. Variability of the rainfall. Variability is the special feature of the rainfall in India. The variability of rainfall is computed with the help of a simple formula. C equal standard deviation by mean multiply 100. Where C is the coefficient of variation. Where C is the coefficient of variation, the values of C show the change from the mean values of rainfall. The value of C changes from place to place as the actual rainfall in some places deviates from 20% to 50%. The variability of rainfall and the amount of rain are inversely related. The higher the rainfall, the lower the variability of rain, and higher the variability, the lower the rainfall. Variability of rainfall plays a critical role in Indian agriculture.
The areas characterized by high variability have a chronic deficiency of water, and crop failures are very common. The areas characterized by high variability have a chronic deficiency of water, and crop failures are very common. Frequent spells of drought are common features in these areas. അപ്പോൾ നമ്മൾ പറഞ്ഞത് വേരിയബിലിറ്റി ഓഫ് ദ റെയിൻഫാൾ ആണ്. നമ്മൾ ഇത്രയും പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നമ്മളിത് വായിച്ചു പോകുമ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം വേരിയബിലിറ്റി ഓഫ് ദ റെയിൻഫാളിൽ where C is the coefficient of variation, the values of C show the change from the mean values. ആ ഭാഗത്ത് വരുമ്പോൾ അതുപോലെ തന്നെ ഒന്നുകൂടി വായിക്കുകയാണ്. where C is the coefficient of variation, the values of C show the change from the mean values of rainfall. The value of C changes from place to place as the actual rainfall in some places. ഈ എൻഡിങ്ങിലോട്ട് വരുമ്പോൾ സ്റ്റാർട്ട് ചെയ്യണത് നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല. ചില സെൻറ്റൻസിൻ്റെ ഈ എൻഡ് ചെയ്യണ ഭാഗത്ത് ക്ലാരിറ്റി ഇല്ലാത്ത കാരണം നമ്മൾ സെൻറ്റൻസ് റീഡ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും എന്ന് തന്നെ പറയേണ്ടി വരും. ഈ സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം നമുക്ക് കറക്റ്റായിട്ട് തന്നെ വായിച്ചു പോകാൻ പറ്റും. പക്ഷെ മിക്ക നമ്മൾ ഇതുവരെയൊക്കെ പറഞ്ഞതൊക്കെ ഇല്ല എൻഡ് വരുമ്പോൾ സെൻറ്റൻസിൻ്റെ എൻഡ് ചെയ്യണ ആ ഒരു പാർട്ട് വരുമ്പോൾ നമ്മൾ പരമാവധി പേജ് നമ്മൾ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അവിടെ അങ്ങോട്ടത്തെ ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ദയവേത് ക്ഷമിക്കണം എന്നുള്ള പ്രത്യേകം പറയാണ്. എല്ലാ ഭാഗത്തും ഇങ്ങനെ വന്നിട്ടുണ്ട്. നമ്മുടെ കുറേ വീഡിയോസൊക്കെ ഈ രീതിയിൽ തന്നെയാണ് വരുന്നത്. മാക്സിമം നമ്മൾ കറക്റ്റായിട്ട് പേജ് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. ചില ഭാഗത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് കുറേ ടൈമും പോകുന്നുണ്ട് നമ്മൾ വായിച്ചു പോകുന്നതിന് തന്നെ. നമ്മൾ റീഡ് ചെയ്ത് സാധാരണ നമുക്ക് ലെഫ്റ്റ് ഭാഗത്തെ പേജാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. റൈറ്റ് ഭാഗത്ത് ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ട് ദയവേത് ക്ഷമിക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക. അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. ഈ ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് ഭാഗം വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണാനും പറ്റില്ല. ഞാൻ ഏകദേശം കുറേ സമയമെടുത്ത് നോക്കിയാണ് പറഞ്ഞു പോകുന്നത് തന്നെ വീഡിയോയിൽ. അപ്പോൾ എന്തായാലും ദയവേതൊന്ന് ഈ ഒരു കാര്യം ഓർക്കണം. പിന്നെ എക്സ്പ്ലനേഷൻ വളരെ കുറവാണ് എന്നുള്ള പ്രത്യേകം പറയണം. ടൈമില്ല. അതുകൊണ്ട് ദയവേത് ഈ ഒരു കാര്യവും അഡ്ജസ്റ്റ് ചെയ്യുക. എല്ലാ കാര്യങ്ങളുടെ ഒപ്പം തന്നെ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു 6 പ്രാവശ്യമെങ്കിലും ഇപ്പോൾ ഈ ആവറേജ് ആനുവൽ റെയിൻഫാൾ എന്നുള്ളതൊക്കെ ഒരു 6 times ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷേ ടൈം എന്നുള്ളത് വളരെ എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ടൈം കംഫർട്ടബിൾ ആയിട്ടുള്ളൊരവസ്ഥയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ തന്നെ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്കിനി അടുത്ത ടോപ്പിക്ക് നോക്കാം. നമുക്കിനി ഒരുപാട് ടോപ്പിക്സ് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മുടെ മൊബൈലിൽ സ്റ്റോറേജ് ഇല്ല. കാരണം കുറേ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും. എന്തായാലും സ്റ്റോറേജിൻ്റെ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട് നമ്മൾ എന്തായാലും ടോപ്പിക്സ് പറഞ്ഞു പോകും. നമുക്ക് പറയണത് ക്ലൈമറ്റിക് റീജിയൻസ് ഓഫ് ഇന്ത്യ. General classification. India has a large variation in climate from region to region due to its vast size. India experiences climate from 4 major climatic groups. This can be further subdivided into 7 climatic types. India has a large variation in climate from region to region due to its vast size. India experiences climate from 4 major climatic groups. This can be further subdivided into 7 climatic types.
A. Tropical rainy climatic group. A. Tropical rainy climatic group. A tropical rainy climatic group. The regions belong to this group experience persistent high temperatures, which normally do not go below 80 degrees Celsius. Even in the coolest month, there are two climatic types which fall under this group. They are 1. Tropical monsoon rainforest. 1. Tropical monsoon rainforest. The west coastal lowlands, the western Ghats, and southern parts of Assam have this climate type. It is characterized by high temperatures throughout the year, even in the hills. The rainfall here is seasonal but heavy and is above 200 cm a year. Most of the rain is received in the period from May to November and is adequate for the growth of vegetation during the entire year. December to March are the dry months with very little rainfall. The heavy rain is responsible for the tropical wet forests in these regions, which consist of a large number of species of plants. 2. Tropical wet and dry climate. Most of the plateau of peninsular India enjoys this climate, except a semi-arid tract to the east of the western Ghats. Winter and early summer are long dry periods with a temperature above 18 degrees Celsius. Summer is very hot and the temperatures in the interior low-level areas can go above 45 degrees Celsius during May. The rainy season is from June to September and the annual rainfall is between 75 and 150 cm. Only Tamil Nadu receives rainfall during the winter months of October to December. B. Dry climate group. This group consists of regions where the rate of evaporation of water is higher than the rate of moisture received through precipitation. It is subdivided into 3 climate types, namely B. Dry climate group. This group consists of regions where the rate of evaporation of water is higher than the rate of moisture received through precipitation. It is subdivided into 3 climate types, namely 1. Tropical semi-arid steppe climate. 1. Tropical semi-arid steppe climate. A long stretch of land situated to the south of Tropic of Cancer and east of the western Ghats and the Cardamom Hills experiences this climate. It includes Karnataka, interior Tamil Nadu, western Andhra Pradesh and central Maharashtra. This region is a famine-prone zone with very unreliable rainfall which varies between 40 and 75 cm annually. This region is a famine-prone zone with very unreliable rainfall which varies between 40 and 75 cm annually. Towards the north of Krishna River, the summer monsoon is responsible for most of the rainfall, while to the south of the river rainfall also occurs in the months of October and November. The coldest month is December, but even in this month the temperature remains between 20 degrees Celsius and 24 degrees Celsius. The months of March to May are hot and dry with mean monthly temperatures of around 32 degrees Celsius. The vegetation mostly comprises grasses with a few scattered trees due to the rainfall. Hence, this area is not very well suited for permanent agriculture. ഒരിക്കൽ പറയാണ് 1. Tropical semi-arid steppe climate. A long stretch of land situated to the south of Tropic of Cancer and east of the western Ghats and the Cardamom Hills experiences this climate.
It includes Karnataka, interior Tamil Nadu, western Andhra Pradesh and central Maharashtra. This region is a famine prone zone with very unreliable rainfall which varies between 40 and 75 cm annually. Towards the north of Krishna River, the summer monsoon is responsible for most of the rainfall, while to the south of the river rainfall also occurs in the months of October and November. The coldest month is December, but even in this month the temperature remains between 20 degrees Celsius and 24 degrees Celsius. The months of March to May are hot and dry with mean monthly temperatures of around 32 degrees Celsius. The vegetation mostly comprises grasses with a few scattered trees. Due to the rainfall, hence this area is hot, very suitable for permanent agriculture. The vegetation mostly comprises grasses with a few scattered trees. Due to the rainfall, hence this area is not very well suited for permanent agriculture. To tropical and subtropical desert. Tropical and subtropical desert. Most of western Rajasthan falls under this climate type characterized by scanty rainfall. Cloud bursts are largely responsible for all the rainfall seen in this region, which is less than 30 cm. This happens when the monsoon winds penetrate this region in the months of July, August and September. The rainfall is very erratic and a few regions might not see rainfall for a couple of years. The summer months of May and June are very hot with mean monthly temperatures in the region of 35 degrees Celsius and highs which can sometimes reach 50 degrees Celsius. During winters, the temperatures can drop below freezing in some areas due to cold wave. There is a large diurnal range of about 40 degrees Celsius during summer, which becomes higher by a few more degrees during winter. There is a large diurnal range of about 40 degrees Celsius during summer, which becomes higher by a few more degrees during winter. The extreme climate makes this a sparsely populated region of India. അപ്പോൾ നമ്മൾ പറഞ്ഞത് ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ഡെസേർട്ട്. 3 tropical and subtropical steppe. 3 tropical and subtropical steppe. The region towards the east of the tropical desert running from Punjab and Haryana to Kathiawar experiences this climate type. This climate is a transitional climate falling between tropical desert and humid subtropical with the temperatures which are less extreme than the desert climate. The annual rainfall is between 30 and 65 cm but is very unreliable and happens mostly during the summer monsoon season. Maximum temperatures during summer can rise to 40 degrees Celsius. The vegetation mostly comprises short coarse grasses. Some crops like jowar and bajra are also cultivated. Some crops like jowar and bajra are also cultivated. C. Humid subtropical climate group. The temperature during the coldest months in regions experiencing this climate falls between 18 degrees Celsius and 0 degrees Celsius. It has one climatic subdivision in India. C. Humid subtropical climate group. The temperature during the coldest months in regions experiencing this climate falls between 18 degrees Celsius and 0 degrees Celsius. It has one climatic subdivision in India, namely humid subtropical with dry winters. Humid subtropical with dry winters. The
foothills of the Himalayas, Punjab, Haryana, plain adjacent to the Himalayas, Rajasthan, east of the Aravalli range, Uttar Pradesh, Bihar and northern part of West Bengal and Assam experience this climate. The rainfall is received mostly in the summer and is about 65 cm in the west and increases to 250 cm annually to the east and near the Himalayas. Humid subtropical with dry winters. Humid subtropical with dry winters. The foothills of the Himalayas, Punjab, Haryana, plains adjacent to the Himalayas, Rajasthan, east of the Aravalli range, Uttar Pradesh, Bihar and northern part of West Bengal and Assam experience this climate. The rainfall is received mostly in the summer and is about 65 cm in the west and increases to 250 cm annually to the east and near the Himalayas. The winters are mainly dry due to the land-derived winter winds which blow down the lowlands of North India towards the Bay of Bengal. The summers are hot and temperatures can reach 46 degrees Celsius in the lowlands. May and June are the hottest months. Winter months are mostly dry with feeble winds. Frost occurs for a few weeks in winter. The differences in rainfall between the east and the west gives rise to a wide difference in the natural vegetation and crops. The difference in rainfall between the east and the west gives rise to a wide difference in the natural vegetation and crops. Humid subtropical with dry winters ആണ് നമ്മൾ പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. ഈ മൗണ്ടൻ ക്ലൈമറ്റ് നോക്കാം. മൗണ്ടൻ ക്ലൈമറ്റ്. In the Himalayan mountains, temperature falls by 0.6 degrees Celsius for every 100 m rise in altitude, and this gives rise to a variety of climates from nearly tropical in the foothills to tundra type above the snow line. One can also observe sharp contrast between temperatures of the sunny and shady slopes, high diurnal range of temperature, inversion of temperature and variability of rainfall based on altitude. The northern side of the western Himalayas, also known as the Trans-Himalayan belt, is arid, cold and generally wind swept. The vegetation is sparse and stunted as rainfall is scanty and the winters are severely cold. Most of the rainfall is in the form of snow during late winter and spring months. The area to the south of the Great Himalayan Range is protected from cold winds coming from interior of Asia during winter. The leeward side of the mountains receive less rain, whereas well exposed slopes get heavy rainfall. The leeward side of the mountains receive less rain, whereas well exposed slopes get heavy rainfall. The places situated between 1070 and 2290 m altitudes receive the heaviest rainfall, and the rainfall decreases rapidly above 2290 m. The Great Himalayan Range witnesses heavy snowfall during winter months of December to February at altitudes above 1500 m. The diurnal range of temperature is also high. Mountain climate. In the Himalayan mountains, temperature falls by 0.6 degrees Celsius for every 100 m rise in altitude, and this gives rise to a variety of climates from nearly tropical in the foothills to tundra type above the snow line.
One can also observe sharp contrast between temperatures of the sunny and shady slopes. High diurnal range of temperature, inversion of temperature and variability of rainfall based on altitude. The northern side of the western Himalayas, also known as the Trans-Himalayan belt, is arid, cold and generally wind-swept. The vegetation is sparse and standard as rainfall is scanty and the winters are severely cold. Most of the rainfall is in the form of snow during late winter and spring months. The area to the south of the Great Himalayan range is protected from cold winds coming from interior of Asia during winter. The leeward side of the mountains receive lesser rain, whereas well-exposed slopes get heavy rainfall. The places situated between 1070 and 2290 m altitudes receive the heaviest rainfall, and the rainfall decreases rapidly above 2290 m. The Great Himalayan Range witnesses heavy snowfall during winter months of December to February at altitudes above 1500 m. The diurnal range of temperatures is also high. ഇപ്പോൾ ഡി മൗണ്ടൻ ക്ലൈമറ്റാണ് നമ്മൾ പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ദയവേത് ക്ഷമിക്കണം. ഇനിയൊരു മാപ്പ് ഉണ്ട് ഇവിടെ നോക്കാൻ, അത് നോക്കാം. മാപ്പ് 3.9 ക്ലൈമറ്റിക് റീജിയൻസ് ഓഫ് ഇന്ത്യ കോപ്പൻ സ്കീം. മാപ്പ് 3.9 ക്ലൈമറ്റിക് റീജിയൻസ് ഓഫ് ഇന്ത്യ കോപ്പൻ സ്കീം. എ പെർ ഹ്യൂമിഡ്, ബി ഹ്യൂമിഡ്, സി ഡ്രൈ സബ് ഹ്യൂമിഡ്. ഒരിക്കൽ കൂടി പറയാണ്. മാപ്പ് 3.9 ക്ലൈമറ്റിക് റീജിയൻസ് ഓഫ് ഇന്ത്യ കോപ്പൻ സ്കീം. ടേബിൾ 3.9 ക്ലൈമറ്റിക് റീജിയൻസ് ഓഫ് ഇന്ത്യ കോപ്പൻസ് സ്കീം. എ പെർ ഹ്യൂമിഡ്, ബി ഹ്യൂമിഡ്, C1 ഡ്രൈ സബ് ഹ്യൂമിഡ്, C2 മോയ്സ്റ്റ് സബ് ഹ്യൂമിഡ്, ഡി സെമി അരിഡ്, ഇ അരിഡ്. എ പെർ ഹ്യൂമിഡ്, ബി ഹ്യൂമിഡ്, C1 ഡ്രൈ സബ് ഹ്യൂമിഡ്, C2 മോയ്സ്റ്റ് സബ് ഹ്യൂമിഡ്, ഡി സെമി അരിഡ്, ഇ അരിഡ്. പാകിസ്ഥാൻ, നേപ്പാൾ. എ പെർ ഹ്യൂമിഡ്, ബി ഹ്യൂമിഡ്, എ പെർ ഹ്യൂമിഡ്, എ പെർ ഹ്യൂമിഡ്, C2 മോയ്സ്റ്റ് സബ് ഹ്യൂമിഡ്, C2 മോയ്സ്റ്റ് സബ് ഹ്യൂമിഡ്, C2 മോയ്സ്റ്റ് സബ് ഹ്യൂമിഡ്. എ പെർ ഹ്യൂമിഡ്, നേപ്പാൾ. ഡി സെമി അരിഡ്, C2 മോയ്സ്റ്റ് സബ് ഹ്യൂമിഡ്, C1 ഡ്രൈ സബ് ഹ്യൂമിഡ്, ഇ അരിഡ്, C2 മോയ്സ്റ്റ് സബ് ഹ്യൂമിഡ്, C2 മോയ്സ്റ്റ് സബ് ഹ്യൂമിഡ്, C2 മോയ്സ്റ്റ് സബ് ഹ്യൂമിഡ്, ഇ അരിഡ്, ഡി സെമി അരിഡ്, എൻ ഇ അരിഡ്, C2 മോയ്സ്റ്റ് സബ് ഹ്യൂമിഡ്, C1 ഡ്രൈ സബ് ഹ്യൂമിഡ്, ബി ഹ്യൂമിഡ്, ഇ അരിഡ്, ഡി സെമി അരിഡ്,
B humid, A perhumid, A perhumid, C1 dry subhumid, C1 dry subhumid. Pakistan, Nepal, E arid, L C2 moist subhumid, B humid, Arabian Sea, A perhumid, Lakshadweep, B humid, Sri Lanka, Myanmar, Bay of Bengal, Andaman and Nicobar Islands. Map 3.9 Climatic Regions of India Coppens Scheme. Nepal, A perhumid, B humid, C1 dry subhumid, C2 moist subhumid, D semi-arid, E arid. A perhumid, B humid, C1 dry subhumid, C2 moist subhumid, D semi-arid, E arid. A perhumid, B humid, A perhumid, Nepal, L C2 moist subhumid, C2 moist subhumid, A perhumid, D semi-arid, D semi-arid, C1 dry subhumid, C1 dry subhumid, C1 dry subhumid, C2 moist subhumid, C2 moist subhumid, A perhumid, Nepal, L C1 dry subhumid, C1 dry subhumid, D semi-arid, D semi-arid, C2 moist subhumid, C2 moist subhumid, C2 moist subhumid, C1 dry subhumid, C1 dry subhumid, C1 dry subhumid, E arid, C2 moist subhumid, C2 moist subhumid, E arid, D semi-arid, LN C2 moist subhumid, C2 moist subhumid, C1 dry subhumid, C1 dry subhumid, C2 moist subhumid, C2 moist subhumid, C2 moist subhumid, C2 moist subhumid, C1 dry subhumid, C1 dry subhumid, B humid, E arid, D semi-arid, A perhumid, C1 dry subhumid, C1 dry subhumid, C1 dry subhumid, C1 dry subhumid, C2 moist subhumid, C2 moist subhumid, C1 dry subhumid, C1 dry subhumid, B humid, E arid, B
humid, B humid, E arid, D B humid, E arid, D semi-arid, D semi-arid, A perhumid, C1 dry subhumid, C1 dry subhumid, C1 dry subhumid, B humid. Pakistan, Nepal, L, Arabian Sea, Lakshadweep, Sri Lanka, Myanmar, Bay of Bengal, Andaman and Nicobar Islands. Pakistan, Nepal, Myanmar, Arabian Sea, Myanmar, Bay of Bengal, Lakshadweep, Andaman and Nicobar Islands, Sri Lanka. Map 3.9 Climatic Regions of India Coppens Scheme. ഒന്ന് ഓർത്ത് വയ്ക്കുക. നമ്മൾ ഈ മാപ്പ് 3.9 ക്ലൈമാറ്റിക് റീജിയൻസ് ഓഫ് ഇന്ത്യ കോപ്പൻ സ്കീമിൽ നമ്മൾ പറഞ്ഞതിൽ തെറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദയവേത് ക്ഷമിക്കുക, നമ്മൾ പറഞ്ഞതിൽ മിസ്റ്റേക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് നോക്കാം. കോപ്പൻസ് ക്ലാസിഫിക്കേഷൻ, മാപ്പ് 3.10 ക്ലൈമാറ്റിക് റീജിയൻസ് ഓഫ് ഇന്ത്യ, ത്രോണത്ത് വെയ്റ്റീസ് ക്ലാസിഫിക്കേഷൻ, ടേബിൾ 3.13 കോപ്പൻസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്ലൈമറ്റ്, ജോയിൻറ്റ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ്, ടേബിൾ 3.14 ക്ലാസിഫിക്കേഷൻ ഓഫ് ക്ലൈമാറ്റിക് റീജിയൻസ് ഓഫ് ഇന്ത്യ ബൈ ത്രോണത്ത് വെയ്റ്റി. സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ക്ഷമിക്കുക. സോയിൽസ് ഇൻ ഇന്ത്യ. ഇപ്പോൾ ഈ ടോപ്പിക്സുകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കണം. സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ നമ്മളെ സ്പോട്ടിൽ തന്നെ പറഞ്ഞിരുന്നു, ദയവേത് ക്ഷമിക്കണം എന്ന് പറയാൻ നമുക്ക് ആവുള്ളൂ. അപ്പോൾ തന്നെ ക്യാമറയുടെ ക്ലാരിറ്റിയുടെ കാര്യങ്ങളൊക്കെ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഈ ബുക്കിലെ സിലബസിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇപ്പോൾ ബുക്കിൻ്റെ സിലബസും അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം, ഒരിക്കലും മറക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് നേരിട്ട് പറയാൻ ടൈമില്ല, അതുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സൊക്കെ ദയവേത് ചെക്ക് ചെയ്യണം. പിന്നെ യൂട്യൂബിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദ പേഴ്സൺ CSAT Manual 2023, ദ പേഴ്സൺ CSAT Manual 2024, ദ പേഴ്സൺ CSAT Manual 2025, ദ പേഴ്സൺ CSAT Manual 2026. ഏറ്റവും കൂടുതൽ വീഡിയോസ് നമ്മൾ ചെയ്തേക്കുന്നത് 2025, 24, 23 വരുന്നത്. അപ്പോൾ ആ വീഡിയോസൊക്കെ ദയവേത് വാച്ച് ചെയ്യാം. പിന്നെ ദ പേഴ്സൺ CSAT Manual സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ ചെയ്ത ടോപ്പിക്സ് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു അതിൻ്റെ കാര്യങ്ങളെല്ലാം. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് ദയവേത് വാച്ച് ചെയ്യുക. അതൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്, 1 മണിക്കൂർ സംതിങ് ഉള്ളൂ ആ വീഡിയോ. അപ്പോൾ നിങ്ങൾ വാച്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും CSATക്ക് വേണ്ടി നിങ്ങൾക്കത് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരിക്കും വീഡിയോ ഒക്കെ. പിന്നെ ഡ്രോബാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക, അത് എന്ത് രീതിയിലുള്ളതാണെങ്കിലും. അത്രയ്ക്ക് നമുക്ക് പറയാനുള്ളൂ. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രിയാണ് എടുത്തേക്കണം എന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ CSATക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെ ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളായിരിക്കുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നമ്മൾ രാത്രി വീഡിയോ ചെയ്തെങ്കിലും ഇപ്പോൾ നേരം വെളുത്ത് തുടങ്ങി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ 4 മണി കഴിഞ്ഞിട്ടുണ്ട് രാവിലെ. അപ്പോൾ നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നല്ല വിജയകരമായിട്ടുള്ള CSAT എക്സാമൊക്കെ ജീവിതത്തിൽ നടക്കട്ടെ. നല്ലൊരു CSAT എക്സാമും കൂടി ആശംസിക്കുന്നു. എല്ലാവർക്കും ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഡേ ആൻഡ് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്വീറ്റ് ഗുഡ് മോർണിംഗ് ആൻഡ് താങ്ക് യു സോ മച്ച്.